ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. കയ്യിൽ മൈലാഞ്ചിയും ബലിതർപ്പണത്തിൻ്റെ ഓർമ്മകളുമായി ഒരു ബലിപെരുന്നാൾ കൂടി വരവായി. പക്ഷെ നമ്മുടെ ഇന്നത്തെ ബലിപെരുന്നാൾ, ഈ സമയത്തെ ബലിപെരുന്നാൾ ഏറ്റവും ദുഃഖകരമായ സമയത്തിലാണല്ലോ അല്ലേ. അപ്പോൾ ആർക്കും ആഘോഷങ്ങളില്ല, എല്ലാവർക്കും ആശംസകൾ മാത്രമാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയുടെ തിരക്കുകളൊക്കെ ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രിയാണ് കേട്ടോ. തലേ ദിവസം രാത്രി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഉള്ളികൾ, തക്കാളി അങ്ങനത്തെ ചതക്കാനുള്ളതും അരിയാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. കൂടെ തന്നെ കുഞ്ഞാറ്റുണ്ട്. അവൾക്കൊരു കത്തി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ തൽക്കാലത്തേക്കൊരു മൂർച്ചയില്ലാത്ത കത്തി കൊടുത്തൊന്ന് ഇരുത്തിയതാണ്. പക്ഷേ അത് വേഗം വാങ്ങി വെച്ചു. പിന്നെ ഇതൊക്കെ പണികളാണ്. ഇതൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം കിടക്കാൻ. എല്ലാ പച്ചക്കറികൾ എരിയാനുള്ളതൊക്കെ ചതച്ച് വെക്കാനുള്ളതൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലെ അത്രയും പണി കുറഞ്ഞു കിട്ടും. പിന്നെ സാധാരണ ചെയ്യൽ ഈദ്ഗാഹൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ രാത്രി വേഗം കിടന്നിട്ട് പുലർച്ചെ 3 മണിയാകുമ്പോൾ എണീക്കും. ഇപ്പോൾ ഈദ്ഗാഹൊന്നും ഇന്നില്ലാത്ത ഒരു സാഹചര്യം ആയത് കാരണം രാത്രി ഇതൊക്കെ തീർത്ത് വെച്ചിട്ട് രാവിലെ കുറച്ച് വൈകി എണീച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ രാവിലെ ചുടാനുള്ള നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കുകയാണ് ഈ ചെയ്യുന്നത്. രാവിലെ എന്തെങ്കിലും ഒരു കടി വേണമല്ലോ. അപ്പോൾ അരിയൊക്കെ അരച്ച് ദോശയോ ഓട്ടടയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ നെയ്യപ്പം ആകുമ്പോൾ പെട്ടെന്ന് തീരുന്ന വെച്ചിട്ട് അതൊക്കെ തയ്യാറാക്കി. മക്കൾ കട്ടക്ക് കൂടെ ഉണ്ട്. അപ്പോൾ മൈലാഞ്ചി ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും കുട്ടികളെല്ലാവർക്കും മൈലാഞ്ചി ഇടണം എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇവിടെ ഒരു പാർട്ടിയുടെ ഇതുണ്ട്, എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രോഗ്രാമുണ്ട് പാട്ടിൻ്റെ ഒക്കെ, മെഹന്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഡിസൈൻ വരക്കാൻ കഴിയുന്നവർക്ക് വരക്കാം, പാടാൻ കഴിയുന്നവർക്ക് പാടാം. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലിലാണ്. അപ്പം നന്നായിട്ടൊക്കെ പാട്ട് പാടും. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലിലാണ് അവരുള്ളത്. അപ്പോൾ ചെറിയ മോൾക്ക് വലിയ മോൾ വരച്ചു കൊടുക്കുകയാണ് മൈലാഞ്ചി. അവൾ കുറച്ചൊക്കെ വരക്കും. അവളുടെ വരകളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നും ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് പോയി കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ വരക്കും. ഞങ്ങളെ വീട്ടിലൊരു ആസ്ഥാന വരക്കാരിയാണ്. മൈലാഞ്ചി ഇടണാലും വേറെ ഏതെങ്കിലും ഡ്രോയിങ് ആണെങ്കിലൊക്കെ ഓൾ തന്നെയാണ് മുന്നിൽ നമ്മളെ വീട്ടിൽ കേട്ടോ. അപ്പോൾ നേരം വെളുത്തു എന്നല്ല, സമയം 4:30-5 മണി ആ ഒരു ഇതായി. അപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. ആദ്യം വന്ന പാടെ തന്നെ ഒന്ന് വാതിൽ തുറന്ന് ആ നല്ല തണുത്ത കാറ്റൊന്ന് അകത്തേക്ക് കയറ്റും ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന കാര്യം എന്താ പറയുക, അവിടെ വെള്ളം ഉണ്ടാവും ചെക്കിൽ, തലേ ദിവസം തിളപ്പിച്ച് വെച്ചാൽ അതെടുത്തിട്ട് 2 മുറുക്ക് കൊടുക്കും. പിന്നെ ഇന്ന് സാധാരണ ചെയ്യുന്നതാണ്, ഇനി പെരുന്നാളല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ ഇന്ന് വേഗം ഇത്ര നേരത്തെ എണീറ്റത്. അപ്പോൾ ഇനി ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നെയ്യപ്പമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ സമയമായതുകൊണ്ട് ആരും വരാനും പോകാനൊന്നും സാധ്യതയില്ല. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ടുള്ള പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഒന്ന് തണുപ്പ് പോകാനായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞ് ലൂസാകാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് വന്ന് നമ്മൾ പാലട മിക്സ് വാങ്ങിയിട്ടാണ് ഉള്ളത്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പായസം നല്ല ടേസ്റ്റാണ്. ഇതിലും പണിയൊന്നുമില്ല. നല്ല മടിച്ചുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു പായസമാണിത്. ഇനി ഇവിടെ അപ്പുറത്തെ അടുപ്പിൽ എന്താ പറയുക, ബിരിയാണിക്കുള്ള മസാലകളൊക്കെ വെന്തുകൊണ്ടെടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് എണീച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ നേരം വെളുത്ത് വന്നിട്ടുണ്ട്. ഒരു 6 മണി ആയിട്ടുണ്ട്. അവർ ഇസ്തിരി ഇടാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ്. കോഴി പൊരിച്ചതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ചോറ് എന്തോ ഇനി ഇത് ഊറ്റിയിട്ട് ബിരിയാണി ആക്കണമെങ്കിൽ ദമ്മിടണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടൻ ചായയും നെയ്യപ്പവും കുടിച്ചിട്ട് അവരൊക്കെ എന്താ പറയുക പള്ളിയിലേക്ക് പോകാണ് ഹസ്ബൻഡ്. അപ്പോൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ചായയും ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന്. അപ്പം ചായക്കുടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. മുസല്ല കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ പോയി മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത് തന്നെയാണ് പള്ളി. ഒരു 1.5
100 മീറ്റർ അടുത്താണ്. അപ്പം ഹെൽമെറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവും. സാധാരണ ഹെൽമെറ്റ് വെക്കണം, എല്ലാവരും ഹെൽമെറ്റ് വെക്കണം. ഇത് അടുത്തായത് കാരണമാണ്. അപ്പോൾ ഇത് ഫുൾ ക്ലീനിങ് ആണ്. ഇനി അവർ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുന്നേ ക്ലീനിങ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടികളായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനും മോളും ഓടിപ്പാഞ്ഞ് നടന്ന് ക്ലീനിങ്ങിൻ്റെ ഏർപ്പാടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാത്തിനും എന്നെ സഹായിക്കും കേട്ടോ, കട്ട് കൂടെ നിൽക്കും. അപ്പോൾ അതെനിക്കൊരു ഭാഗ്യമാണ്. പറഞ്ഞാലൊക്കെ നല്ല അനുസരണ ഉള്ളത് കാരണം നല്ല സുഖമാണ്. നമ്മളിങ്ങനെ നിർദ്ദേശം കൊടുത്താൽ മതി, അവിടെ അത് ചെയ്യണം, ഇവിടത്തെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് മുകളിലെ റൂമൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തുടക്കുന്നില്ല. ജസ്റ്റ് അടിച്ചു വാരി പോന്നിട്ടേ ഉള്ളൂ. എല്ലാം അവിടെ പിന്നെ 1-8 ദിവസങ്ങളൊക്കെ തുടക്കാറുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് ചളിയൊന്നും ഉണ്ടാവില്ല. വേനൽക്കാലമാണെങ്കിൽ പിന്നെ പൊടിയൊക്കെ ഉണ്ടാവും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി തുടക്കൽ ഇപ്പം മോളാണ് തുടക്കണേ. ഞാൻ അടിച്ചു വാരി കൊടുത്താൽ അവൾ തുടച്ചെടുത്തോളും, അല്ലെങ്കിൽ അവൾ അടിക്കുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒരു ക്ലീനിങ്, ചുമരും ഇതൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവിടേക്ക് തെറിക്കുമല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇവിടെ കുറേ വയറുകളൊക്കെ കാണില്ല, അതൊക്കെ ഞാൻ ഷൂട്ടിങ് ചെയ്യുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചു വന്ന്, പക്ഷെ നമ്മളെ പണി മാത്രം കഴിഞ്ഞില്ല. പണി കഴിയണമെങ്കിൽ പള്ളിക്കാറ്റൊക്കെ എടുക്കേണ്ടി വരും എന്ന് പറയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ എപ്പോഴും. പെണ്ണുങ്ങളെ പണിക്കൊരു കുടിയിരിക്കലില്ലാന്നും പറയും. തീരൂലല്ലോ എത്രയായാലും. കുഞ്ഞാറ്റ നല്ല സന്തോഷത്തിലാണ് ഉപ്പാനെ കണ്ടപ്പോൾ. അപ്പോൾ ഇതൊരു ശീലമാണ് കൈ കഴുകൽ സാധാരണ. പക്ഷേ ഇപ്പോൾ ഇത് പുറത്തുനിന്ന് തന്നെ കഴുകി, കയ്യും മുഖമൊക്കെ പുറത്തുനിന്ന് തന്നെ കഴുകി വരുന്നത് ശീലമാക്കിയിട്ടുണ്ട്. ഇതേതായാലും നല്ലൊരു കാര്യമാണ്. സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടോ എപ്പോഴും കയ്യും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കുക എപ്പോഴും എല്ലാവരും. ഇനി തിരുമ്പാൻ കല്ല് തച്ച് പൊട്ടിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വന്ന്. അപ്പോൾ എന്താ പറയുക, ഒരുപാടൊന്നും അലക്കാനില്ല, പക്ഷേ ഉള്ളത് ഇനിയിപ്പോൾ മെഷീനിലിടാം. ഇനിയിപ്പോൾ പുറത്തുനിന്ന് അലക്കിയാലും ഞാൻ സാധാരണ ചെയ്യുന്ന മെഷീനിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ഉണക്കും, പിന്നെ അകത്തിടാലോ. മറ്റേത് നമ്മൾ വെള്ളം വാർന്നു പോവില്ല, പിന്നെ ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇതിലിട്ടിട്ടൊന്ന് ചെയ്താൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല സ്മെല്ലിനായിട്ടുള്ള എന്തെങ്കിലും ലോഷന് കൊടുത്തിട്ട് ഇതിലിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കുക സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. ഇതൊരു നല്ല മാർഗ്ഗമാണ്. അപ്പം തുണികൾക്കൊന്നും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല, നല്ല സ്മെല്ല് വരും ചെയ്യും ഉണങ്ങുമ്പോഴും. പിന്നെ ഒരു ക്ലീനിങ്, ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂം ആക്കിയതാണ് നമ്മൾ പൊളിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ്, ഉള്ളിൽ റാക്കൊക്കെ ഉള്ള പോലത്തെ. അതുകൊണ്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചത്. അപ്പോൾ ഒരു ലോക്കൽ ക്ലീനിങ് ആണ് ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പിൽ മത്സരങ്ങളുണ്ടെന്ന്. അപ്പോൾ മോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഈദിൻ്റെ സിമ്പിളൊക്കെ വരുന്ന ഒരു ചിത്രം വരക്കാണ് അവിടേക്ക് ഗ്രൂപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മത്സരമൊന്നുമല്ല, ഒരു പാർട്ടിസിപ്പൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരച്ചതാണ്. പായസം വരുന്നുണ്ട്, വേണ്ടവരൊക്കെ എടുത്ത് കുടിച്ചോളൂ. പാലട പായസം നല്ല ടേസ്റ്റിയായ, നല്ല എന്താ പറയുക, പാല് മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കിയ ഹെൽത്തിയായ പായസമാണ്. അപ്പോൾ കുടിച്ചോളൂ കേട്ടോ. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഉച്ച ആവാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ മുന്നേ തന്നെ. കാരണം രാവിലെ നെയ്യപ്പവും ചായയൊക്കെ കുടിച്ചേലുള്ളൂ. അപ്പം എല്ലാവർക്കും വിശപ്പുണ്ട്. അപ്പം ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇത് കഴിയൂട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. കഴിഞ്ഞിരിക്കണോ. നിങ്ങൾക്കുള്ള പായസം ഇതാ വരുന്ന, എല്ലാവരും എടുത്തോളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ട്, ഹാപ്പി ആയിട്ട്, സേഫായിട്ട് ഇരിക്കുക. അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുക. കാരണം നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട് ഈ വൈറസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്, ആഘോഷങ്ങളില്ല, ആശംസകൾ മാത്രം. ബലിപെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു, സന്തോഷത്തോടു കൂടി മാത്രം. ദിസ് ഈസ് സൈനിങ് ഓഫ് കുഞ്ഞാറ്റാസ് വേൾഡ്.